ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു തോറ്റു പലവട്ടം പലതവണ. 10ാം ക്ലാസ്സിൽ തോറ്റു, PDCക്ക് തോറ്റു, ഡിഗ്രിക്ക് തോറ്റു. പിന്നെ ഞാൻ എഴുതി തെറാട്ടോളജി MA LLB MBBS പാസ്സായി. പിന്നെ ഇങ്ങനെ ഇവിടേക്ക് തോറ്റു വന്നോ? വേണ്ട, എനിക്ക് കേൾക്കണ്ട. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ചന്തു തോറ്റു പലവട്ടം പലതവണ. പോട്ടെ, പിന്നെ കാണാം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു തോറ്റു. റിഹേഴ്സൽ നോക്കണം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു തോറ്റു പലവട്ടം പലതവണ. ആദ്യം തോൽപ്പിച്ചത് അവളായിരുന്നു. ഞാൻ ചാടിക്കടന്നു വന്നപ്പോൾ ഉണ്ണിയാർച്ച തോൽപ്പിച്ചു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കള്, ആവില്ല. എന്താ മമ്മൂട്ടി ഇതുവരെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടില്ല? അതെന്താ? അയാൾക്ക് അയാളുടെ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. വേണ്ട. ശ്രീ മോഹൻലാൽ സുവേളഗിരിഗിരി ഒരു തൊണ്ടയിൽ ഒരു ചെറിയ കിച്ചുണ്ട്. ഞാൻ പറഞ്ഞേ, ഇന്ന് നല്ല മഴയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. കാരണം എനിക്കങ്ങനെ മഴയുള്ള ദിവസങ്ങളിൽ വീട്ടിലിങ്ങനെ മൂടി പൊതിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചില പെണ്ണുങ്ങളെ ചെയ്തിട്ടുള്ളതിൽ ഞാൻ ആളല്ല. കാരണം എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഒരുപാട് പേരുടെ ആരാധനാ പാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ രാജിവെച്ചു. പണ്ട് ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് വന്നിരുന്നു. അത് ഒരുപാട് നാളുകൾക്ക് മുന്നേ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മാറി, കാലം മാറി. എൻ്റെ പിള്ളേരുണ്ട്, മറ്റുള്ളവരുണ്ട്. എന്നെ തോൽപ്പിക്കാൻ സുബാല ഗിരിഗിരി മോനെ ദിനേശി. ഇത് ഞാൻ പറഞ്ഞേ, നീ വിചാരിച്ച ഒരു ചുക്ക് നടക്കില്ലേ? ശ്രീ ഇന്നസെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അയാളെങ്ങനെ പ്രതികരിക്കുമായിരുന്നു? അമ്മയുടെ പ്രസിഡന്റായിട്ട് ഇന്നസെന്റ് ആയിരുന്നുവെങ്കിൽ എങ്ങനെയാ നോക്കാം. എന്റെ അമ്മ, എനിക്ക് മനസ്സിലാവില്ല. ഈ പെണ്ണുങ്ങൾക്കൊക്കെ പെന്തിന്റെ സുഖ. എന്റെ കൊട്ടയുള്ള കളി എന്നോട് വേണ്ട. അല്ല, സംഗതി കാണാൻ കുഴപ്പമില്ലൊരു കുട്ടി തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്റെ വീട്ടില് ആലീസിന് മനസ്സിലാവില്ലേ? ഇതേ ഇവരിങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയണേ. ഞാൻ ഒരാളുടെ കഥകള് മുട്ടിയിട്ടില്ല മോളെ. ഇത് ശ്രീ തിലകനാണെങ്കിൽ എങ്ങനെ നോക്കിയാലോ? ശ്രീ തിലകൻ വേണ്ട, ഒരുപാട് കണ്ടതാ. എനിക്ക് 2 കാര്യമൊക്കെ. എന്നാലും ഞാൻ എന്താ ഇന്നത്തെ അമ്മയുടെ സങ്കടങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്നുണ്ടോ? ഞാൻ ഷേപ്പ് ചെയ്യാൻ പറ്റി. ഞാൻ ഇങ്ങോട്ട് കടന്നാൽ മനസ്സിലായോ? ഞാനിതൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. മുകളിലൊരു ദൈവം ഉണ്ടോ? പോട്ടെ, വിശന്ന് വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച ആഹാരം തന്നെ കാണിച്ച കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണ് തനിക്ക് കിട്ടാൻ മുന്നിൽ വെച്ച ഏറ്റവും വലിയ സ്ത്രീധനം. പോട്ടെ, പിന്നെ കാണാം. അടുത്തതായി ശ്രീ നെടുമുടി വേണു. കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ട്
ഈ അഭിനയം ഒരു ഇങ്ങനെയായിട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പണ്ടത്തെ കാലമൊന്നല്ല. ഞങ്ങൾ പണ്ട് പലതും അങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് കരുതി. ഓട്ടെ, വയ്യേ, മടുത്തു, കഷ്ടപ്പെട്ട്. ശ്രീ MS തൃപ്പൂണിത്തറ നവാസിന്റെ ഫാദറാണ്. എന്നോട് പറഞ്ഞേ, തന്നോട് പറഞ്ഞ കാര്യമല്ലേ ശ്രീധം. ഓരോരോ പ്രശ്നങ്ങളിൽ തന്നെ കൂടാ. എന്താ ചെയ്യാ, കലികാലം എന്നല്ലാണ്ട് എന്താ പറയാ. ഓരോ പിള്ളേര് ഓരോ പ്രശ്നത്തിൽ എന്നായിരുന്നു പറഞ്ഞ കൂട്ടാക്കില്ല. പിന്നെ അമ്മയുടെ സംഘടനയാണ്, അപ്പൻ്റെ സംഘടന എന്ന് പറഞ്ഞിട്ട് എന്താണോ കാര്യം. പോട്ടെ, പിന്നെ കാണാം. ഓരോ പ്രശ്നങ്ങള് എന്നോരോ പ്രശ്നങ്ങള് പോട്ടേട്ടാ. ഉപ്പനില്ല, തേയിലിട്ടതല്ല. പിന്നീട് ശ്രീ ലാലു അലക്സ്. പേഴ്സണലായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്തിനാണ് മറ്റുള്ളവരുടെ വാതിലുമ്മ പോയി മുട്ടാൻ നിൽക്കുന്നത്? നിനക്കൂലടാ ഓരോ വാതിലൊക്കെ. വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ വാതിലുമ്മ പോയിട്ട് മുട്ടണ്ട, വല്ല കാര്യമുണ്ടടാ. ഞാൻ എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു, പറഞ്ഞു കൂട്ടാക്കില്ല. പോട്ടെ, പിന്നെ കാണാം. ശ്രീ ലാൽ ജോസ്. അത് നിങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചില സമയങ്ങളിലാണ് നിങ്ങളങ്ങനെ ചെയ്യാറ്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളൊന്നുമല്ല. കഥയുടെ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ചില പ്രശ്നങ്ങളെല്ലാം ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാണ്ട് വേറെ നിങ്ങളങ്ങനെ അതിലുമ്മ പോയിട്ട് മുട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഇപ്പൊ മീശമാധവൻ ഞാൻ ചെയ്യുന്ന സമയത്തും ഇതുപോലെ പലരും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അതൊക്കെയാണ് അന്നൊക്കെ സിനിമ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ദിലീപൊക്കെ ആയിരുന്നു. ദിലീപ് പിന്നെ പല പ്രശ്നങ്ങളെല്ലാം ഇടപെട്ടോ. ഇപ്പൊ പിന്നെ ദിലീപ് ആരൊക്കെയോ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പോണു. സോറി. ശ്രീ സലീം കുമാർ. സവാള കറി എന്നെ കാണുമ്പോൾ കുറച്ച് ഫ്ലേവർ കൂടുതലെടുത്തുള്ളൂ, പക്ഷെ ഭയങ്കര ബുദ്ധിയാ. എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞ സവാള കറി. അപ്പോ എന്തെല്ലാം ഔഷധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പോട്ടെ. ശ്രീ കൊച്ചിൻ ഹനീഫ. പരസക്ക ഒരു 10 ദിവസം വരെ കുത്തി വളർത്ത് കത്തിയിട്ട അതാ വിഷമിട്ടത്. വേട്ട അസനെ വേട്ടസനെ പോട്ടെ, പിന്നെ കാണണ്ട. ശ്രീ മാമുക്കോയ. അതോ ആ ദിവസം ഉച്ചയുള്ള വർഷമാണ്. അന്ന് കാണുമ്പോൾ എൻ്റെ മനസ്സ് കയറാണ്. ഓട്ടെ, പിന്നെ കാണാം. അല്ല, ആ ദിവസം ഉച്ചയുള്ള വർഷമാണ്. പിന്നെ കാണാട്ടോ. നമ്മളങ്ങനെ ആരും വാതിലൊന്നും കൂട്ടാൻ പോയിട്ടില്ല. നമ്മൾ 20-ാം നൂറ്റാണ്ടിലൊക്കെ അതോ ആ ദിവസം ഉച്ചയുള്ള നമുക്ക് ഓണത്തിന് കാണാം. അപ്പോൾ ഓട്ടത്തിനിടയ്ക്ക് പൂട്ടി വെച്ചാടും. നിങ്ങളുടെ സ്വന്തം സോളമൻ ഡാറ്റ്. അങ്ങനെ വീണ്ടും നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ചില സാമൂഹ്യ പ്രശ്നങ്ങളായിട്ട്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ വിഷയങ്ങൾ ഈ എന്താ പറയുക, രണ്ടുപേരും കൂടിയും ഇത് പറഞ്ഞു വരുന്നുണ്ട്. ഒരു താത്ത വരുന്നുണ്ട്, കുട്ടി, അങ്ങനെ ഒരുപാട് നമ്മുടെ ഒരു 19 നടന്മാരുടെ ശബ്ദങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഞാൻ ഈ നീരുവീഴ്ചയുടെ അസ്കിതയുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയുള്ള കാരണം ഞാൻ കൂടുതലായിട്ട് എടുക്കണില്ല. അപ്പോൾ 2 ശബ്ദം കൂടി എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട്, അതിന് പോകണം. അപ്പം ഇന്ന് എന്താ പറയുക, നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെയും നല്ല മഴയോ പൊട്ടമഴയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറെ അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ആ 2 ശബ്ദത്തിലേക്ക് കടക്കുകയാണ്.
ഒന്നൊരു ചെറിയ കുട്ടിയുടെ ശബ്ദമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദം തന്നെയാണ്. ആ നാല് കാറ്റ് മേലെ, കാറ്റ് കീഴെ, കാറ്റ് സൈഡില്, കാറ്റ് ലെഫ്റ്റില്, കാറ്റടിച്ച മേറ്റ് വരും, പാറ്റടിച്ച പാറ്റ് വരും, കാറ്റ് മേലെ, കാറ്റ് കീഴെ. വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദമായിട്ട് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ എടുക്കുന്ന ശബ്ദത്തിന്റെ മറ്റൊരു വോയിസ് എടുക്കുമ്പോഴാണ് ആ ശബ്ദത്തിന് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയേണ്ടത്. ഒരു തമാശ പോലെ ചെയ്യണത്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഗംഭീരമായ ശബ്ദത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ശബ്ദം വരുമ്പോൾ അതിനൊരു വലിയൊരു പ്രയോറിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു വളരെ രസമാണത്. ഞങ്ങളുടെ മിമിക്സിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു താത്ത ശബ്ദം. ഞാൻ എൻ്റെ കലാഭവൻ സലീം നമ്മുടെ കൂട്ടുകാരനാണ്. അതുപോലെ മണി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ വെറുതെ പറയണ്ടാവുന്നു. അപ്പോൾ ഇവരൊക്കെ കടികൾ തന്നെയാണ്. കണ്ണാട ഒരുന്നില്ല. ഇത് മമ്മൂട്ടിയുടെ ക്ലാസ് പോലെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അടുത്തൊരു താത്തയും കൂടി എടുത്തിട്ട് നിർത്തണം. ബോറടിപ്പിക്കണില്ല. ഓക്കെ. പഠിച്ചാന് മലങ്ങനൊന്നും ആദ്യം വാതിലുമ്മ പോയിട്ട് മുട്ടാറൊന്നുമില്ല കേട്ടാ. എന്റെ വാതിലുമെന്ന ഒരാളെ മുട്ടിയിട്ടില്ലേട്ടാ. ഒരാളെ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യെ ഞാൻ വെട്ടിയെടുക്കന്റെ മക്കളെ. പണ്ടത്തെ കാലൊന്നല്ലേട്ടാ. ഭയങ്കര പ്രശ്നമുള്ള കാലത്തിൽ കൂടെ കടന്നു പോണതേ. അപ്പൊ ഓക്കെ.